അപ്പോൾ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീണ്ടും നമ്മൾ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ പിന്നെ പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും എന്നോട് കുറേ ഫ്രണ്ട്സ് എന്നോട് ചോദിക്കാറുണ്ട്, എൻ്റെ ഈ വണ്ടി ഞാൻ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഗ്ലേസിങ് എങ്ങനെയാണ് നിലനിർത്തുന്നത് എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ആക്ച്വലി ഇപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഒരു 1-2 വർഷമായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ഈ വണ്ടി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കുറേ ടിപ്പുകളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുക. അപ്പോൾ വിത്തൗട്ട് എനി ഫർദർ ഡ്യൂ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു മെയിൻ കാര്യമാണ്, എങ്ങനെയാണ് ഞാൻ ഈ വണ്ടിയുടെ ഈ കളറെല്ലാം ഇതുപോലെ തന്നെ ഫേഡ് ആവാണ്ട് അല്ലെങ്കിൽ അധികം ഒന്നും ചെളി പിടിക്കാതെ ഞാൻ ഇങ്ങനെ ഗ്ലേസി ആയിട്ട് കൊണ്ടുനടക്കുന്നത് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഈ വണ്ടിയുടെ ഗ്ലേസിങ് ഇങ്ങനെ നിലനിർത്താനായിട്ട് യൂസ് ചെയ്യുന്ന 2 പ്രൊഡക്റ്റാണ്. ഒന്ന് 3Mൻ്റെ ഒരു പ്രീമിയം ലിക്വിഡ് വാക്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ 3Mൻ്റെ ഒരു നമ്മുടെ ഡാഷ്ബോർഡ് ക്ലീനർ എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റുമാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ മെയിനായിട്ട് ഈ വണ്ടിയുടെ കളർ ഇതുപോലെ ഫേഡ് ആവാണ്ട് നിലനിർത്താനായിട്ട് യൂസ് ചെയ്യുന്ന 2 പ്രൊഡക്റ്റുകൾ. അതിനു മുമ്പ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന 2-3 കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് വണ്ടി കഴുകുന്ന കാര്യമാണ്. ഞാൻ വണ്ടി ഫസ്റ്റിലെ വാഷ് ചെയ്യുമ്പോൾ ആദ്യം ഞാനൊന്ന് വെള്ളം ജസ്റ്റ് ഒന്ന് തളിച്ചു വിടുകയുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ മേളിലെ ഡസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചുമ്മാ ജസ്റ്റ് കൈ വെച്ച് റബ്ബ് ചെയ്ത് കളയും. പിന്നീടാണ് ഞാൻ നമ്മുടെ മറ്റേ കാർ വാഷിംഗ് ഷാമ്പൂ ഉണ്ടല്ലോ, അപ്പോൾ ലേക്ക് പൂളിൻ്റെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 5 രൂപ മറ്റുള്ളൂ ഷോപ്പുകളിൽ കിട്ടുക. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ വണ്ടി കഴുകുന്നത്. കഴുകുമ്പോൾ ഞാൻ ഈ എഞ്ചിൻ്റെ പ്രൊട്ടക്ഷൻ കാർഡെല്ലാം യൂരിന് ശേഷം അവിടെ എല്ലാം നല്ലോണം ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ വണ്ടിയിലേക്ക് അപ്ലൈ ചെയ്യാറുള്ളൂ. അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് ഞാൻ വണ്ടിയിലെ വെള്ളമെല്ലാം നല്ല രീതിയിൽ വൈപ്പ് ചെയ്ത് കളയും. വൈപ്പ് ചെയ്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിൻ്റെ എല്ലാം ചെറിയൊരു ഡോട്ട് പോലെ ഇവിടെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ തുടച്ച് കളഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ വാക്സും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ വണ്ടി കഴുകുമ്പോഴും ഒരുപാടൊന്നും ഫോഴ്സിൽ വെള്ളം അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഫോഴ്സിൽ വെള്ളം യൂസ് ചെയ്യാറില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇലക്ട്രിക്കൽ പാർട്സ് ഒരുപാട് വരുന്ന ഏരിയകളിലേക്ക് അങ്ങനെ ഫോഴ്സിൽ വെള്ളം യൂസ് ചെയ്യാറില്ല. അത്യാവശ്യം ചെറുതായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഈ ഹോസൊക്കെ ഇല്ലേ, അതിലെ വെള്ളം ചെറുതായിട്ട് ജസ്റ്റ് തളിച്ച് അങ്ങോട്ട് വിടാറേ പതിവുള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഈ യൂസ് ചെയ്യുന്ന 2 പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഈ 3Mൻ്റെ വാക്സ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു 2 ഡ്രോപ്പ് കയ്യിലെടുത്തിട്ട് നമ്മുടെ ഈ ഏതാണ് റെഡ് കളർ പോർഷനൊക്കെ ഇല്ലേ, ഈ ഗ്ലോസി ആയിട്ടുള്ള പോർഷനിലെല്ലാം നമ്മൾ ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് അവിടെ വെക്കുക. അതൊരു എല്ലാ പാർട്സിലും അങ്ങനെ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യും. അപ്പോൾ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഞാൻ പറഞ്ഞില്ല മറ്റേ ഡാഷ്ബോർഡ് ക്ലീനറല്ലേ, അത് മൾട്ടിപർപ്പസ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. നമുക്കിപ്പം ഈ എൻജിൻ്റെ പാർട്സിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ബ്ലാക്ക് വരുന്ന എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം യൂസ് ചെയ്യാം. അപ്പോൾ അവിടെയെല്ലാം ഞാൻ ജസ്റ്റ് 2 ഡ്രോപ്പ് എടുത്തിട്ട് അതും ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് ഷൈനിങ് വരുന്നവരെ റബ്ബ് ചെയ്തങ്ങ് വിടും. അതിനുശേഷം ഒരു 2 മിനിറ്റ് സമയം കഴിയുമ്പോഴേക്കാണ് നമ്മൾ വേറൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് എടുത്തിട്ട് ഇതിൻ്റെ ഈ റെഡ് കളറിൽ നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്തിരുന്ന ആ വാക്സ് നല്ല സർക്കുലർ മോഷനിൽ തന്നെ നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് വിടും. അപ്പോൾ ഈ റബ്ബ് ചെയ്ത് പോകുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല രീതിയിൽ ഈ ഗ്ലോസി ഉള്ള പോർഷനെല്ലാം നല്ല രീതിയിൽ ഗ്ലേസിങ്ങോട് കൂടിയിട്ട് തെളിഞ്ഞ് വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ ഈ ഒരു ബൈക്കിൽ ചെയ്യുന്ന മെയിൻ്റനൻസ് ടിപ്സ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ നമ്മൾ വണ്ടി ഇപ്പം കഴുകുമ്പം മാത്രമല്ലോ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആവുക. ഞാൻ വണ്ടി കഴുകുന്ന ടൈമിലെല്ലാം ഈ ചെയിൻ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യും. ഇവിടെ ഉള്ള അഴിച്ചിട്ട് നല്ല രീതിയിൽ ചെയിൻ ക്ലീനറൊക്കെ യൂസ് ചെയ്ത് ക്ലീൻ ആക്കാറുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് ഈ 3Mൻ്റെ 2 പ്രൊഡക്റ്റും അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ വെയിലത്ത് കൊണ്ടേ വണ്ടി വെച്ചെന്ന് പറഞ്ഞാൽ പോലും അധികമൊന്നും ഫേഡ് ആവുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഗ്ലോസി ആയിട്ടുള്ളൊരു ഇതിൻ്റെ ഫീഡ്ബാക്കും കുറച്ച് നാൾ നിൽക്കുന്നുണ്ട്. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഈ പ്രൊഡക്റ്റിൻ്റെ 2ൻ്റെയും പ്രൈസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവരെന്നുണ്ടെങ്കിൽ കയറി നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഉള്ളൂ. ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് വന്ന് ചെയ്താൽ കേട്ടോ. കാരണം ഇപ്പം എങ്ങും പോകാൻ പറ്റില്ല, അറിയാമല്ലോ. അപ്പം സാറ്റർഡേ സൺഡേസിലെല്ലാം നമുക്ക് ഈ ലോക്ക്ഡൗൺ ഉള്ളതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇപ്പം എങ്ങനെ എന്നെ പോലീസ് ഉണ്ടെങ്കിൽ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം നേരം ഇവിടെ നിൽക്കുന്നുമില്ല. അപ്പോൾ നമ്മുടെ എന്തായാലും ഇതിന് ശേഷം 2-3 റിവ്യൂ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതുവരെ വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവർ, ദിസ് ഈസ് മീ അനന്തു സൈനിങ് ഓഫ് ഫ്രം Tech20 Travelers.